ഇപ്പോൾ ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ടർ നിതിൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. നിതിൻ്റെ ഒപ്പം ഈ വ്യാപാര വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട ഈ ബജറ്റ് എന്ന് പറയുന്നത് അത്തരത്തിൽ വ്യാപാര വ്യവസായ മേഖലയുടെ കൂടി അഭിപ്രായം അതിൽ വളരെ നിർണായകമാകുന്നതാണ്. ഇപ്പോൾ നിതിൻ അവിടെ നിന്ന് ചില അഭിപ്രായങ്ങൾ ഏകീകരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. നിതിൻ, ആരാണ് ഒപ്പമുള്ളത്? ഒപ്പം അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വരാം. എബി, എന്റെ കൂടെ ഇപ്പോൾ ആലുവ വ്യാപാര ഭവനിലുള്ളത് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AJ റിയാസ് ആണ്. ബജറ്റ് അവതരണമെല്ലാം തന്നെ അദ്ദേഹം വിശദമായി കണ്ടിട്ടുണ്ട്. വ്യാപാരികളെയും മറ്റ് സംസ്ഥാനം ആകെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ധനകാര്യമന്ത്രി ബാലഗോപാൽ ഇത്തരത്തിൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ബജറ്റിന്റെ വരും വരായ്മകളെ കുറിച്ചെല്ലാം തന്നെ സംസാരിക്കാൻ നമ്മോടൊപ്പം AJ റിയാസ് തയ്യാറായി നിൽക്കുകയാണ്. എങ്ങനെയാണ് ബജറ്റിനെ വിലയിരുത്തുന്നത്? ഈ ബഡ്ജറ്റിൽ ചരിത്രത്തിൽ ആദ്യമായി ചെറുകിട വ്യാപാര മേഖല പ്രതിസന്ധിയിലാണ് എന്നൊരു ധനമന്ത്രി ബഡ്ജറ്റിനകത്ത് പറഞ്ഞത് ആദ്യമായിട്ടാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ചെറുകിട വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഒരു വിദഗ്ധ സമിതിയെ വെക്കും എന്ന് പറഞ്ഞതും സ്വാഗതാർഹമാണ്. അതിനുവേണ്ടി 3 കോടി രൂപ വകയിരുത്തി എന്നതിലും സന്തോഷം. പക്ഷെ അതൊന്നും കൊണ്ട് നിലവിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും എന്ന് ഏകോപന സമിതി കരുതുന്നില്ല. ഒട്ടേറെ നികുതി ഇളവുകൾ പ്രതീക്ഷിച്ച ഒരു ബഡ്ജറ്റാണ്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നികുതി കുറച്ച് ആകെ കാണുന്നത് കോൺട്രാക്ട് കാരേജ് ബസ് സർവീസ് മേഖലയിൽ മാത്രമാണ് നികുതി ഇളവ് കാണിച്ചിട്ടുള്ളത്. ഒട്ടനവധി നികുതി ഇളവുകളും അതോടൊപ്പം തന്നെ കേരളത്തിലെ വ്യാപാരികൾ വലിയ പ്രതീക്ഷയോടുകൂടി കണ്ട വ്യാപാര മന്ത്രാലയത്തിന് വേണ്ടി ഈ ബഡ്ജറ്റിനകത്ത് ഒന്നും തുകയായി നീക്കിവെച്ചിട്ടില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. തീർച്ചയായും ബഡ്ജറ്റിന് ശേഷമുള്ള സപ്ലിമെന്ററി ബഡ്ജറ്റിനകത്ത് അത്തരം നിർദ്ദേശങ്ങൾ കടന്നു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒട്ടനവധി നികുതി നിർദ്ദേശങ്ങൾ, നികുതി ഇളവുകൾ പ്രതീക്ഷിച്ചാണ് വ്യാപാര സമൂഹം ഈ ബഡ്ജറ്റിനെ നോക്കിക്കണ്ടത്. അതുപോലെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് തികച്ചും നിരാശാജനകം തന്നെയാണ്. ചെറുകിട വ്യാപാര മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വിദഗ്ധ സമിതി എന്ന ഏകോപന സമിതിയുടെ ആവശ്യം അംഗീകരിച്ചതിൽ സമിതി സന്തോഷം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നികുതി ഇളവുകൾ ഇല്ല എന്നുള്ളതിൽ സംഘടനയുടെ ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തുകയാണ്. ഈ ബജറ്റിനെ സംഘടന പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നില്ല. ബഡ്ജറ്റിനകത്ത് വ്യാപാര മേഖലയെ ചൂണ്ടിക്കാണിച്ച യാഥാർത്ഥ്യങ്ങളെ സംഘടന സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ നികുതി ഇളവുകൾ നൽകാത്തതിനെ സ്വാഗതം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ ഉള്ളത്. ഓൺലൈൻ വ്യാപാരത്തിന് ഒരു സെസ് ഏർപ്പെടുത്തുമെന്ന് തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖലയ്ക്ക് വലിയ ആഘാതമായിട്ടുള്ള ഓൺലൈനിന് ഒരു സെസ് കൊണ്ടെങ്കിലും ഈ സർക്കാരിൽ നിന്ന് ഒരു പ്രതിവിധി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അത് ഉണ്ടായില്ല എന്നുള്ളത് തീർച്ചും നിരാശാജനകമാണ്. ബജറ്റിന് മുന്നോടിയായി ധനകാര്യമന്ത്രിയെ കണ്ട് വ്യാപാരികളുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും സംഘടന മുന്നോട്ട് വെച്ചിരുന്നോ? ബഡ്ജറ്റിന് മുന്നോടിയായി നികുതി ഇളവുകൾ സംബന്ധിച്ചും ചെറുകിട വ്യാപാര മേഖലയ്ക്ക് ഒട്ടേറെ ആശ്വാസ പാക്കേജുകൾ ലഭിക്കേണ്ടത് സംബന്ധിച്ചും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായും അതോടൊപ്പം നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയായും സംസ്ഥാനത്തെ മുഴുവൻ നവകേരള സദസ്സിന്റെ മണ്ഡലങ്ങളിലും ഏകോപന സമിതിയുടെ ഭാരവാഹികൾ കണ്ട് ചർച്ച ചെയ്യുകയും വിശദമായ നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബജറ്റിന്റെ ഒരു പൊതുചിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എറണാകുളം ജില്ലയിലടക്കം നമ്മുടെ മെറൈൻ ഡ്രൈവിൽ വലിയ വ്യാപാര കോംപ്ലക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പെൻഡാമേനകയിലെ വ്യാപാരികളൊക്കെ നിരന്തരം ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. അത് സംഘടനയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ അത്തരത്തിലുള്ള പ്രഖ്യാപനം? അല്ല, അത്തരം വ്യാപാര കോംപ്ലക്സുകൾ യാഥാർത്ഥ്യമാകുന്നത് തീർച്ചയായും സംഘടന സ്വാഗതം ചെയ്യുകയാണ്. കാരണം നിലവിൽ ഉള്ള ആളുകൾക്ക് ഈ പാർക്കിങ്ങിന്റെ അപര്യാപ്തത മൂലമാണ് പെൻഡാമേനകയിൽ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ള നിർദ്ദേശത്തെ സംഘടന സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടുന്നു എന്ന വ്യാപകമായ പരാതി സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നിന്ന് നിരന്തരം ഉയർന്നു വരികയാണ്. ആ സമയത്ത് ഈ അവതരിപ്പിച്ച ബജറ്റിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പൊതുജനം ഒറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ഈ ബജറ്റ് കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കുറയ്ക്കാനുള്ള എന്തെങ്കിലും നടപടി, പ്രത്യേകിച്ച് വ്യാപാര മേഖലയിൽ ഇടപെടുന്ന ആളുകളാണ് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തോന്നുന്നുണ്ടോ? ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പെട്രോളിയത്തിന് ഏർപ്പെടുത്തിയ അഡീഷണൽ സെസ് എങ്കിലും പിൻവലിച്ച് ഒരാശ്വാസമാകുന്ന നടപടി ഉണ്ടാകുമെന്നാണ്. അത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യാപാര സമൂഹം വിലയിരുത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ബജറ്റിനെ 100% സ്വാഗതം ചെയ്യുന്നില്ല. എന്നാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച ചില കാര്യങ്ങളെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. പക്ഷേ ഓൺലൈൻ വ്യാപാരത്തിന് ഉൾപ്പെടെ നിയന്ത്രണം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊന്നും ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നൊരു നിരാശ കൂടി അദ്ദേഹം പങ്കുവെക്കുകയാണ്.